വീൽസ് ഓൺ ഫയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് മാക്സോൾ എന്ന് പറയുന്ന ഹെൽമെറ്റിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ സ്പ്രേ ആണ്. ഇത് ഹെൽമെറ്റ് ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 275 ആണ് ഫോർ 150 ml. ഇന്ന് നമ്മുടെ കയ്യിൽ ആക്സോറിൻ്റെ ഒരു പുതിയ ഹെൽമെറ്റ് ഉണ്ട്, XBHP എഡിഷൻ. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഹെൽമെറ്റ് ഇപ്പോൾ മഴ സമയമാണ്, ഒരുപാട് ഫംഗൽ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ച് ടൂർ പോയിട്ട് വന്നപ്പോഴത്തേക്കും തന്നെ ഞാൻ 2 ദിവസം മാറ്റി വെച്ചപ്പോഴത്തേക്കും ഫംഗൽ ഇഷ്യൂ വന്നു. ഹെൽമെറ്റ് ക്ലീനിങ്ങിന് ആൾക്കാർ കൂടുതലും വെള്ളം ഉപയോഗിച്ച് കഴുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ അത് ഹെൽമെറ്റിനെ ഡാമേജ് ചെയ്യും, എസ്പെഷ്യലി നമ്മൾ സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും. ഇത് ഒരു വളരെ നല്ല ക്ലീനിങ് സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നി. ഞാനിത് വാങ്ങിയത് ഹെൽമെറ്റ് വേൾഡിൽ നിന്നാണ്. അവിടെ അത്യാവശ്യം ഇതുപോലുള്ള ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ഇത് നിങ്ങൾ ഹെൽമെറ്റ് ക്ലീനിങ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഹെൽമെറ്റാണ് ഒബ്വിയസ്ലി. പിന്നെ ഇതുപോലൊരു നല്ല ഒരു ആൻറ്റി ബാക്ടീരിയൽ ഹെൽമെറ്റ് ക്ലീനിങ് ഫോം, ഒരു സ്പ്രേ വേണം. പിന്നെ ഉറപ്പായിട്ടും വേണ്ടത് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത്. ഇത് ഒരു 190 റുപ്പീസിൻ്റെ മൈക്രോ ഫൈബർ ക്ലോത്താണ്. അത്യാവശ്യം കുഴപ്പമില്ല, സൈസ് ഉണ്ട്. ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഗ്ലോസിൽ എന്നാണ്. ഇത് പ്രോഡക്റ്റ് റിവ്യൂ ഒന്നുമല്ല കേട്ടോ, ഞാനിത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് എടുത്തിട്ട് നോക്കിയാൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് വയ്ക്കുക. ശേഷം നമുക്കിത് നോക്കാം. ഇത് 2 ബോട്ടിലുണ്ട്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, അത് പുതിയ ബോട്ടിലാണ്. രണ്ടും സെയിം ബ്രാൻഡ് വാങ്ങിയതാണ്, എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്ത ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ വെയിലത്ത് വെച്ചൊന്ന്, ഇത് അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതൊന്ന് മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് തുടച്ചിട്ട് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കണം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, കുറച്ച് ഫോമി ആയിട്ടുണ്ട്. കഴിവതും ഇത് ശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനൊരു ഗ്ലൗ യൂസ് ചെയ്താണ് സാധാരണ ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഗ്ലൗ എടുക്കാൻ മറന്നുപോയി. എസ്പെഷ്യലി റെയിനി സിറ്റുവേഷനിൽ ഇതെന്ത് ചെയ്യണം, നമ്മൾ ഹെൽമെറ്റ് ക്ലീനായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടക്കുകയാണ്. നിങ്ങൾക്ക് ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കാണാൻ പറ്റും. ഹെൽമെറ്റ് പുതുപുത്തനായിട്ട് നമുക്ക് തോന്നും. എനിക്കെൻ്റെ റൈഡിങ് ഗിയറൊക്കെ കുറച്ച് ക്ലീനായിട്ട് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മുഖത്തൊക്കെ സ്കിന്നിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫംഗൽ ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഒരു മഴയത്തൊക്കെ യൂസ് ചെയ്ത സാധനമാണെങ്കിൽ ഒന്ന് ഉണക്കിയെങ്കിലും എടുക്കണം കേട്ടോ. കാര്യം റെയിനി സീസണിൽ ഉറപ്പായിട്ടും ഇതിനകത്ത് ഫംഗസ് വരും. ഫംഗസ് വരുമ്പോൾ ഒന്ന് സ്മെല്ലാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാനിങ്ങനെ ക്ലീനായിട്ട് സൂക്ഷിക്കുമ്പോഴത്തേക്കും എൻ്റെ ഹെൽമെറ്റിൻ്റെ പെയിൻറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ടിരിക്കും. ഇത് നന്നായിട്ട് തുടക്കിയത് വേണമെങ്കിൽ ഡിസസംബിൾ ചെയ്തെടുക്കാം, പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് എനിക്ക് വേണ്ട. ഞാനിതിങ്ങനെ തന്നെയാണ് ക്ലീൻ ചെയ്യാറ്. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, ഇത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം, അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുണ്ട്, വെട്ടിത്തിളങ്ങുന്നുണ്ട്. കണ്ടോ, ഉള്ളിലൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്, ഏകദേശം നല്ല വൃത്തിയായിട്ടുണ്ട്. ഇത് അത്യാവശ്യം അകത്തോട്ടൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ഒന്ന് ഉണക്കിയെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിലുള്ളിടത്ത് വയ്ക്കാം. ഈ ഹെൽമെറ്റ് ഇപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയ ശേഷം വളരെ
എനിക്ക് സാറ്റിസ്ഫാക്ടറി ആണ്. ടൂർ പോകുമ്പോഴേക്കും ഞാനിത് കൊണ്ടുപോകും. എങ്ങാനും എസ്പെഷ്യലി മഴയുള്ള സ്ഥലങ്ങളിൽ, ഞാൻ ഇവിടെ നിന്നൊക്കെ മൂന്നാറൊക്കെ പോകുന്ന സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല മഴയുണ്ട്, അകത്ത് വെള്ളം സീപ്പിങ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നനവ് പിടിക്കുകയാണെങ്കിൽ ഉറപ്പായും അകത്ത് ഫംഗസ് വരും, ഭയങ്കര സ്മെല്ലൊക്കെ വരാം. അപ്പോൾ അതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇതിന് ഈ തരത്തിലൊരു പ്രോഡക്റ്റ് കൊണ്ടു നടക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് വളരെ അഫോർഡബിളാണ്. ഇതെനിക്ക് ഒരു സ്പ്രേ എനിക്ക് ഏകദേശം 6 ടൈംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒരു ചെറിയ 1-2 വൈപ്പിന് കൂടി, ഇത് ഒരുപാട് ഏരിയ അല്ല, കുറച്ച് ഏരിയ മാത്രം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുണ്ടാവും. ഒരു നോർമൽ സിറ്റുവേഷനിലാണെങ്കിൽ ഒരു 4 to 5 ടൈംസ് ഈ സ്പ്രേ യൂസ് ചെയ്യാം. ഇത് ഈ പ്രൈസിന് എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. നിങ്ങൾക്ക് ഹെൽമെറ്റ് ക്ലീനിങ് എന്ന് പറയുന്നത് റെഗുലറായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങൾ റെഗുലർലി യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് ആണെങ്കിൽ. നിങ്ങൾ യൂസ് ചെയ്യാത്ത ഹെൽമെറ്റ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ക്ലീൻ ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യാതിരിക്കുന്നതോടും അതിൽ ഈ പറയുന്ന ഫംഗസും മറ്റ് സാധനങ്ങളൊക്കെ കടന്നു കൂടും. എന്താണെങ്കിലും നിങ്ങളുടെ റൈഡിങ് ഗിയേഴ്സ് ക്ലീനായിട്ട് വെക്കുക. എസ്പെഷ്യലി റെയിനിങ് സീസണിൽ ചെയിൻ ക്ലീനായിട്ട് വെക്കുക. ചെയിൻ ക്ലീനിങ് റെയിനിങ് സീസണിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ റൈഡിങ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക. റൈഡിങ് ജാക്കറ്റും ഹെൽമെറ്റും ഒക്കെ യൂസ് ചെയ്യുക. ഈ ഹെൽമെറ്റിൻ്റെ റിവ്യൂ ഉടനെ വരുന്നതായിരിക്കും.